ഓക്കെ, അപ്പോൾ നമ്മൾ പവർ സിസ്റ്റം ഫോൾട്ട്സ് ആണ് പറയുന്നത്. അതിൽ സിമെട്രിക്കൽ ഫോൾട്ടും അൺസിമെട്രിക്കൽ ഫോൾട്ടും ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ തന്നെ സിമെട്രിക്കൽ ഫോൾട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ അനാലിസിസ് കഴിഞ്ഞു, പ്രോബ്ലം ചെയ്തു. സോ നെക്സ്റ്റ് വരുന്നത് അൺസിമെട്രിക്കൽ ടൈപ്പ് ഓഫ് ഫോൾട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനും ഓൾറെഡി പറഞ്ഞതാണ്. Those faults on the power system which give rise to unsymmetrical fault currents are known as unsymmetrical faults. അപ്പം ഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ 3 ലൈൻസ് ഉണ്ടെങ്കിൽ 3 അല്ലെങ്കിൽ 3 ഫേസിലും അൺഈക്വൽ കറണ്ട്സ് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഫോൾട്ടാണ് നമ്മൾ അൺസിമെട്രിക്കൽ ഫോൾട്ടിൻ്റെ കാറ്റഗറിയിൽ പറയുന്നത്. ദെൻ നമ്മൾ അതിനെ തന്നെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, ലൈൻ ടു ലൈൻ ഫോൾട്ട് ആൻഡ് ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്കീമാറ്റിക് ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് വൺ സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണ്. അപ്പോൾ അതിൽ നമുക്കറിയാം 3 ലൈൻസ് RYB 3 ഫേസ് ലൈൻസ് കാണിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ലൈൻ, ഇപ്പോൾ ഇതിൽ B ആണ് ഗ്രൗണ്ടായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. R ആവാം, Y ആവാം, B ആവാം. ഏതെങ്കിലും ഒരു ലൈൻ ഗ്രൗണ്ടായിട്ട് കണക്റ്റ് ആയി വരുന്ന ഫോൾട്ടാണ് സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് LL ഫോൾട്ടാണ്, ലൈൻ ടു ലൈൻ ഫോൾട്ട്. ഏതെങ്കിലും 2 ലൈൻസ് RYB, Rഉം Yയും ആകാം, YB ആകാം, R or B ആകാം. ഏതെങ്കിലും 2 ലൈൻസ് തമ്മിൽ ഷോർട്ട് ആവുന്ന ഫോൾട്ടാണ് LL ഫോൾട്ട്. ആൻഡ് തേർഡ് വൺ ഈസ് LLG ഫോൾട്ട്. ഏതെങ്കിലും 2 ലൈനും അത് ഗ്രൗണ്ടുമായിട്ട് ഷോർട്ട് ആവുന്ന ഫോൾട്ടാണ് LLG ഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഫോൾട്ടാണ് നമുക്ക് അൺസിമെട്രിക്കൽ ഫോൾട്ടിൻ്റെ കാറ്റഗറിയിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നാലാമതൊരെണ്ണം വേണമെങ്കിൽ നമുക്ക് പറയാം, ലൈൻ ടു ലൈൻ ഫോൾട്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ സിമെട്രിക്കൽ ഫോൾട്ട് എന്ന് ആക്ച്വലി പറയുന്നത്. അപ്പോൾ അത് ഈ കാറ്റഗറിയിൽ പെടുന്നതല്ല. കാരണം 3 ലൈനെ ഒരേപോലെ എഫക്റ്റ് ചെയ്യും, 3 ലൈനിൻ്റെയും ഫോൾട്ട് കറണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ LG ഫോൾട്ട്, LL ഫോൾട്ട്, LLG ഫോൾട്ട്, ഈ 3 ഫോൾട്ടാണ് നമുക്ക് അൺസിമെട്രിക്കൽ ടൈപ്പിൽ നോക്കാനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് മൊഡ്യൂളിൽ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ 3 ഫോൾട്ടിൻ്റെയും ഫോൾട്ട് കറണ്ട് ഡിറൈവ് ചെയ്യാനുള്ള ഡെറിവേഷനുണ്ട്, അതിൻ്റെ സീക്വൻസ് നെറ്റ്വർക്ക് വരയ്ക്കാനുണ്ട്. ദെൻ അത് വെച്ചിട്ട് പ്രോബ്ലം. 3 ടൈപ്പിൽ നിന്ന് ഏത് ടൈപ്പ് വേണമെങ്കിലും ചോദിക്കാം. ഒന്നുകിൽ ഡെറിവേഷൻ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നത്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമെട്രിക്കൽ ഫോൾട്ടും അൺസിമെട്രിക്കൽ ഫോൾട്ടും പഠിക്കുമ്പോൾ സിമെട്രിക്കൽ വേണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. അൺസിമെട്രിക്കൽ കുറച്ചുകൂടി ഈസിയാണ്. ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓർ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നത്, ചൂസ് ചെയ്ത് വേണമെങ്കിൽ പഠിക്കാം. എങ്കിലും മോർ ഇമ്പോർട്ടൻസ് അൺസിമെട്രിക്കൽ ഫോൾട്ട് സൊല്യൂഷൻ മീൻസ് അതിൻ്റെ ആ ഒരു പോർഷന് കൊടുക്കുക. കാരണം അതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. Then solution of unsymmetrical fault problems can be obtained either by Kirchhoff's law or by symmetrical components method. അപ്പോൾ നമ്മൾ ആക്ച്വലി സിമെട്രിക്കൽ ഫോൾട്ട് അനാലിസിസ് നടത്തിയത് റിയാക്റ്റൻസ് ഡയഗ്രാം വരച്ചിട്ട് തെവെനിൻ ഇക്വലൻറ്റ് സർക്യൂട്ട് എടുത്തിട്ടാണ് ചെയ്തത്. അതേ മെത്തേഡ് തന്നെ നമുക്ക് ഇവിടെ കിർച്ചോഫ്സ് ലോ എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റാണ് പറയുന്നത്. കിർച്ചോഫ്സ് ലോ വെച്ചിട്ട് നമുക്കിവിടെ അൺസിമെട്രിക്കൽ ഫോൾട്ട് അനലൈസ് ചെയ്യാം. പക്ഷേ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം 3 ഫേസിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പുതിയൊരു മെത്തേഡ് ആയിട്ടുള്ള സിമെട്രിക്കൽ കമ്പണൻസ് ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നോക്കിയതാണ്, സിമെട്രിക്കൽ കമ്പണൻസ് എന്താണെന്നുള്ളത്. അത് വെച്ചിട്ട് സീക്വൻസ് നെറ്റ്വർക്കൊക്കെ വരച്ചു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അൺസിമെട്രിക്കൽ ഫോൾട്ടിൻ്റെ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ അതെപ്പോഴും ഓർത്ത് വെക്കുക. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫോൾട്ടിലേക്ക് പോവാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടാണ്. അപ്പം നമുക്ക് നേരത്തെ ഫിഗറിൽ പറഞ്ഞ പോലെ സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ് ABC കാണിക്കുന്നുണ്ട്. നമ്മൾ RYB വെച്ചിട്ടും പറയാം, ABC വെച്ചിട്ടും പറയാം. ഇപ്പോൾ ഇതിൽ എല്ലാം ABC വെച്ചിട്ടാണ്, ഫേസസ് ABC എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ LG ഫോൾട്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ലൈൻ ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിക്കാണ് ആ ഒരു ഫോൾട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫോൾട്ട് കണ്ടീഷൻസ് നമ്മൾ സ്കീമാറ്റിക്കായിട്ട് വരച്ച് കാണിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇതാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം
ഇവിടെ ഫേസ് എ വരച്ചിട്ടുണ്ട്, ഫേസ് ബി വരച്ചിട്ടുണ്ട്, ഫേസ് സി വരച്ചിട്ടുണ്ട്. അതിൽ ഫേസ് എ ആണ് ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഫേസ് എ ഗ്രൗണ്ട് കണക്ഷൻ ആയിട്ടുണ്ട്, അതാണ് അവിടുത്തെ ഫോൾട്ട്. അപ്പോൾ ഫേസ് എയിൽ കറണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് IA ആണ്. ഫേസ് ബിയും ഫേസ് സിയും കറണ്ട് ഇല്ല, കാരണം അത് ഗ്രൗണ്ടുമായിട്ട് കണക്ഷനൊന്നും വരുന്നില്ല, അപ്പോൾ അതിൽ കൂടെ കറണ്ട് ഫ്ലോ ഇല്ല. സോ IB = 0 ആണ്. അതേപോലെ IC = 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോൾട്ട് ഉണ്ടാകുന്ന കണ്ടീഷനിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഓരോ ഫേസിൻ്റെ വോൾട്ടേജ് മാർക്ക് ചെയ്തിട്ടുണ്ട്. VA, VB, VC 3 വോൾട്ടേജ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏതൊരു ഫോൾട്ട് എടുത്താലും നമുക്ക് അതിൻ്റെ ടെർമിനൽ കണ്ടീഷൻസ് അറ്റ് ഫോൾട്ട് പോയിൻ്റ് എഴുതാൻ പറ്റണം. അപ്പോൾ അതാണ് നെക്സ്റ്റ് ലൈനായിട്ട് കൊടുത്തേക്കുന്നത്, ടെർമിനൽ കണ്ടീഷൻസ് അറ്റ് ഫോൾട്ട് പോയിൻറ്റ്. അത് ലൈൻ ടു ലൈൻ ആയാലും ലൈൻ ടു ഗ്രൗണ്ട് ആയാലും ലൈൻ ടു ഗ്രൗണ്ട് ആയാലും 3 കണ്ടീഷനിലും നമുക്ക് ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്തുള്ള വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും സ്റ്റാറ്റസ് ആണ് ടെർമിനൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, നമുക്ക് 2 കാര്യങ്ങളാണ് ടെർമിനൽ കണ്ടീഷൻസ് ആയിട്ട് എഴുതാൻ ഉള്ളത്. ഫസ്റ്റ് വണ്ണെന്ന് പറയുന്നത് VA = IA × ZF. അപ്പോൾ അതെന്താണെന്ന് നോക്കിയാൽ VA എന്ന് പറയുന്നത് ഫേസ് എ വോൾട്ടേജ് ആണ്. ഫേസ് എ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഫേസ് എ കറണ്ട് ഇൻറ്റു ആ ഒരു പാത്തിലെ ഇമ്പിഡൻസ് ആണ്. സോ ഫേസ് എ കറണ്ട് ഇവിടെ IA ആണ്, ഫേസ് എയുടെ കറണ്ട് IA, ആൻഡ് അവിടുത്തെ ഇമ്പിഡൻസ്, ആ ഒരു ഇമ്പിഡൻസ് ZF ആണ് കാണിച്ചേക്കുന്നത്. ZF എന്ന് പറഞ്ഞാൽ ഫോൾട്ട് ഇമ്പിഡൻസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്ത് അതിനൊരു ഫോൾട്ട് കറണ്ട് ഫ്ലോ ചെയ്യാനുള്ളൊരു പാത്തുണ്ട്. അപ്പോൾ ആ പാത്താണ് ഫേസ് A ടു ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇതാണ് ആ ഫോൾട്ട് പാത്ത്. അപ്പോൾ ആ പാത്തിൽ എഫക്റ്റ് ചെയ്യുന്ന ഇമ്പിഡൻസിനെയാണ് നമ്മൾ ഫോൾട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ZF എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫോൾട്ട് ഉണ്ടാകുന്ന പാത്ത് ഏതാണോ ആ പാത്ത് എടുക്കുക, അതിൽ ZF മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫോൾട്ട് പാത്ത് ഇതാണ്. സോ അവിടെ ZF ആണ് ഇമ്പിഡൻസ്, അവിടുത്തെ കറണ്ട് IA ആണ്, അവിടുത്തെ വോൾട്ടേജ് VA ആണെങ്കിൽ നമുക്ക് ടെർമിനൽ കണ്ടീഷനായിട്ട് എഴുതാം VA = IA × ZF. അപ്പോൾ ഫോൾട്ട് ഉണ്ടാകുന്ന കണ്ടീഷനിലുള്ള വോൾട്ടേജ് കിട്ടി. ബാക്കി 2 ലൈൻസ് അൺഅഫക്റ്റഡ് ആയതുകൊണ്ട് അതിൻ്റെ 2ൻ്റെയും കറണ്ട് 0 ആണ്. അപ്പോൾ ഇതാണ് 2 ടെർമിനൽ കണ്ടീഷൻസ് ഫോർ സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. നമ്മൾ സീക്വൻസ് കറണ്ടിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ്. ഇപ്പം സീക്വൻസ് കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. IA0, IA1, IA2 കറണ്ടിൻ്റെ സിമെട്രിക്കൽ കമ്പണൻസ് എഴുതാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് = 1/3 ഇൻറ്റു ദിസ് മെട്രിക്സ് 1/3 ഇൻറ്റു 1 1 1 1a² 1a² ഇൻറ്റു IA, IB, IC. ഇതിൽ IA, IB, IC എന്ന് പറയുന്നത് ആക്ച്വൽ കറണ്ടിൻ്റെ വാല്യൂസ് ആണ്. IA0, IA1, IA2 എന്ന് പറയുന്നത് ഫേസ് എയുടെ സിമെട്രിക്കൽ കമ്പണൻസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? നമുക്ക് നമ്മുടെ ടെർമിനൽ കണ്ടീഷൻസ് ആയിട്ടുള്ള ഇക്വേഷൻസ് നോക്കിയാൽ IB = IC = 0 ആണ്. ഇവിടെ ഈ വാല്യൂ IB, IC 0 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ IBയുടെ വാല്യൂം ICയുടെ വാല്യൂം 0 ആണെന്നുള്ള കാര്യം നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ IA0, IA1, IA2 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 ഇൻറ്റു 1 1 1 1a² 1a² ഇൻറ്റു IA അതേപോലെ ഇട്ടു. ദെൻ IB 0 ആണ്, IC 0 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ നമുക്ക് ഫൈനലി IA0 നമ്മൾ നോക്കുകയാണെങ്കിൽ 1/3 ഇൻറ്റു IA + 0 + 0 എന്ന് വരും. ദാറ്റ് ഈസ് IA. അതേപോലെ IA1 എന്ന് പറയുന്നത് നിങ്ങൾ മെട്രിക്സ് മൾട്ടിപ്ലൈ നോക്കിയാൽ മനസ്സിലാവും. IA1 is also 1/3 ഇൻറ്റു IA + 0 + 0. അതേപോലെ IA2 എന്ന് പറയുന്നത് 1/3 ഇൻറ്റു IA + 0 + 0 എന്ന് വരും. അപ്പം ഫൈനലി നമുക്ക് ആ റിലേഷൻ ഇങ്ങനെ എഴുതാം. 3 വാല്യൂം ഈക്വൽ ആണ്, 3 സീക്വൻസ് കറണ്ട് വാല്യൂം ഈക്വൽ ആണ്. IA0 = IA1 = IA2 = IA/3. സോ അത് അടുത്ത ഇക്വേഷനായിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം ഫിഗർ വരയ്ക്കുന്നു, സർക്യൂട്ട് ഡയഗ്രാം, ഫോൾട്ട് കണ്ടീഷനുള്ള സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നു. അതിൽ നിന്ന് ടെർമിനൽ കണ്ടീഷൻസ് 2 ഇക്വേഷൻസ് കിട്ടി. അത് ഓരോ ഫോൾട്ടിനും ഡിഫറെൻ്റ് ആയിരിക്കും.
ഈ ഒരു ഫോൾട്ട് കണ്ടീഷനിൽ ടെർമിനൽ കണ്ടീഷൻസ് എഴുതി. ദെൻ സീക്വൻസ് കറണ്ടിൻ്റെ ഇക്വേഷനാണ് എഴുതിയത്. അതിൽ നമുക്ക് കറണ്ടിൻ്റെ വാല്യൂസ് രണ്ടെണ്ണം 0 ആയതുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൽ നമുക്ക് IA0 IA1 IA2 = IA/3 എന്നൊരു റിലേഷൻ കിട്ടി. അപ്പോൾ അത്രയാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സീക്വൻസ് വോൾട്ടേജ് എഴുതുകയാണ് ചെയ്യുന്നത്. സീക്വൻസ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻസ് നമ്മൾ ജനറേറ്ററിൻ്റെ സീക്വൻസ് നെറ്റ്വർക്ക് വരച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതാനാണെങ്കിൽ നമുക്ക് 3 സീക്വൻസ് വോൾട്ടേജസ് ഉണ്ട്. VA0 VA1 ആൻഡ് VA2. VA0 = -IA0 Z0 ആണ്. VA1 ആകുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, -IA1 Z1 എന്ന് വരും. ആൻഡ് VA2 ആകുമ്പോൾ അഗെയിൻ -IA2 Z2. ദാറ്റ് ഈസ് ഈ വരുന്നത് VA1 മാത്രമാണ്. ബാക്കി 3 കേസിലും 0 വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ, ആ ഇക്വേഷനാണ് ഇവിടെ എടുത്ത് എഴുതിയേക്കുന്നത്. സീക്വൻസ് വോൾട്ടേജ് വാല്യൂസ് ഫോർ 3 സീക്വൻസ് നെറ്റ്വർക്ക്സ്. അപ്പോൾ അത് ഇവിടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, VA0 = ഇക്വേഷൻ VA0 = -IA0 Z0, VA1 = -IA1 Z1 ആൻഡ് VA2 = -IA2 Z2. ഇനി അതെല്ലാം കൂടെ സം ചെയ്യാണ്. സം ചെയ്താൽ എന്താണ് കിട്ടേണ്ടത്? നമ്മുടെ VA എന്ന് പറയുന്നത് VA എന്ന് പറയുന്നത് =VA0 + VA1 + VA2 ആണ്. അതിൽ VA0 VA1 VA2 അറിയാമെങ്കിൽ നമുക്കത് എഴുതി സം ചെയ്യാം. ഓൾസോ VA എന്ന് പറയുന്നത് ഇവിടെ IA × ZF ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഇക്വേറ്റും ചെയ്യാം. അപ്പോൾ ആ ഒരു സ്റ്റെപ്പാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. സോ VA എന്ന വാല്യൂവിന് പകരം IA × ZF സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ VA0 VA1 VA2 പകരം ബാക്കി നമ്മൾ എഴുതിയ വോൾട്ടേജസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓൾസോ നമുക്കറിയാം IA0 = IA1 = IA2 = IA/3. അപ്പോൾ ഇത്ര ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ദെൻ ഇതിൽ നിന്ന് ഈ ഒരു റിലേഷനിൽ നിന്ന് നമുക്ക് IA കറണ്ട്, ഫേസ് കറണ്ട് IA നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതിയിരിക്കുന്നത്. IA = E/ZF + 1/3 × Z0 + Z1 + Z2. അപ്പോൾ നിങ്ങളതൊന്ന് എഴുതി നോക്കുക. കാരണം ഇതിൻ്റെ അകത്ത് IA0 IA1 IA2 എല്ലാം ഈക്വലാണ്, IA/3 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് IA കോമൺ ആയിട്ട് എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു 1/3 വരുന്നത്. സോ IA = E/ZF + 1/3 × Z0 + Z1 + Z2 എന്ന് വരും. ഓക്കെ, അതിനൊന്നുകൂടെ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 3 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. IA = 3 E/3 ZF + Z0 + Z1 + Z2. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് കിട്ടും ഫോർ ഫേസ് കറണ്ട് IA. നൗ ഈ IA എന്ന് പറയുന്ന കറണ്ടാണ് നമ്മുടെ ഇവിടുത്തെ ഫോൾട്ട് കറണ്ട്. കാരണം ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്ത് കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫേസ് എയിൽ നിന്ന് ഗ്രൗണ്ടിലേക്കാണെന്ന് പറഞ്ഞു. സോ ആ കറണ്ട് IA ആണെന്ന് പറഞ്ഞു. ബാക്കി 2 കറണ്ട് ഇവിടെ 0 ആണ്. അപ്പോൾ ഇവിടുത്തെ ഫോൾട്ട് കറണ്ട് IF എന്ന് പറയുന്നത് = IA ആണ്. അപ്പോൾ നമുക്ക് ഫോൾട്ട് കറണ്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ IAയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമുക്കിവിടെ കിട്ടിയത്. IA = 3 ZF + Z0 + Z1 + Z2. അപ്പോൾ അതിൽ ഓരോ വാല്യൂസ് എന്താണെന്ന് നോക്കുക. 3E എന്ന് പറയുന്നത് EMF വാല്യൂ 1∠0 ആണ്, പെർ യൂണിറ്റ് വാല്യൂ. ദെൻ ZF എന്ന് പറയുന്നത് ഫോൾട്ട് ഇമ്പിഡൻസ് ആണ്. ഫോൾട്ട് ഇമ്പിഡൻസിൻ്റെ വാല്യൂ നമ്മൾ മിക്കവാറും 0 ആയിട്ടാണ് എടുക്കുന്നത്. കാരണം ഫോൾട്ട് ഉണ്ടാകുമ്പോൾ ആ ഒരു പാത്തിൽ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. കാരണം അതിൽ കറണ്ട് വെരി ഹൈ വാല്യൂ ആണ്. അപ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് വളരെ സ്മോളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി സ്മോൾ വാല്യൂ ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് 0 ആയിട്ട് നെഗ്ലക്റ്റ് ചെയ്യാം. ദെൻ Z0 Z1 Z2 എന്ന് പറയുന്നത് പോസിറ്റീവ് സീക്വൻസ്, നെഗറ്റീവ് സീക്വൻസ് ആൻഡ് സീറോ സീക്വൻസ് റിയാക്റ്റൻസ് കമ്പോണൻസ് ആണ്.
അവിടെ വരുന്നു. അപ്പോൾ അത്രയും നമുക്കറിയാമെങ്കിൽ ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഫോൾട്ട് കറണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഫോൾട്ട് കറണ്ടിൻ്റെ ഇക്വേഷൻ. നെക്സ്റ്റ് അതിൻ്റെ കൂടെ വരുന്നത് അതിൻ്റെ സീക്വൻസ് നെറ്റ്വർക്ക് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സിമെട്രിക്കൽ ഫോൾട്ട് ആണെങ്കിൽ നമ്മൾ റിയാക്റ്റൻസ് ഡയഗ്രാം വരയ്ക്കും. അതേപോലെയാണ് ഇവിടെ അൺസിമെട്രിക്കൽ ഫോൾട്ട് ആണെങ്കിൽ അതിൻ്റെ സീക്വൻസ് നെറ്റ്വർക്ക് വരയ്ക്കുന്നത്. അപ്പോൾ സീക്വൻസ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 എണ്ണം വരയ്ക്കണം. പോസിറ്റീവ് സീക്വൻസ്, നെഗറ്റീവ് സീക്വൻസ്, സീറോ സീക്വൻസ്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. സീറോ സീക്വൻസ് നെറ്റ്വർക്ക് ഉണ്ട്, പോസിറ്റീവ് സീക്വൻസ് ഉണ്ട്, നെഗറ്റീവ് സീക്വൻസ് ഉണ്ട്. ഇത് മൂന്നും നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് കണക്ട് ചെയ്താണ് നമ്മുടെ ഫൈനൽ സീക്വൻസ് നെറ്റ്വർക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം. ഇവിടെ നമുക്ക് ഇക്വേഷനിൽ കിട്ടിയതാണ്. കറണ്ട് എല്ലാം ഈക്വലാണ്. IA0, IA1, IA2 ഈക്വലാണ്. കറണ്ട് എല്ലാം ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ 3 സർക്യൂട്ടിലെ കറണ്ട് ഈക്വൽ ആണെന്ന് വെച്ചാൽ ആ 3 സർക്യൂട്ടും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 3 റിയാക്റ്റൻസ് സർക്യൂട്ട്സ്, സീക്വൻസ് റിയാക്റ്റൻസ് സർക്യൂട്ട്സ് നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. കാരണം ഇവിടെ IA0 ഇവിടെ നിന്ന് വരുന്നുണ്ട്, അതേ വാല്യൂ തന്നെയാണ് ഇവിടെ IA1 ആയിട്ട് പോകുന്നത്, അതേ വാല്യൂ തന്നെയാണ് ഇവിടെ IA2 ആയിട്ട് പോകുന്നത്. കാരണം 3 കറണ്ടും ഈക്വലാണ്. then അതിൻ്റെ കറസ്പോണ്ടിങ് റിയാക്റ്റൻസ് Z0, E, Z1 ആൻഡ് Z2 കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 ZF കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഫൈനൽ കറണ്ടിൻ്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് കിട്ടിയ കറണ്ടിൻ്റെ ഇക്വേഷൻ. IA is equal to 3E divided by Z1 plus Z2 plus Z0 plus 3 ZF ആണ് വരുന്നത്. അപ്പോൾ ആ 3 ZF ആണ് നമ്മൾ ബാക്കി 3 റിയാക്റ്റൻസ് Z0, Z1, Z2 നമ്മുടെ സീക്വൻസ് നെറ്റ്വർക്കിൽ വരുന്നുണ്ട്. പക്ഷേ 3 ZF അതിൽ വരുന്നില്ല. സോ അതുകൂടി നമ്മൾ മാർക്ക് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ അത്രയും കണക്ട് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ സീക്വൻസ് നെറ്റ്വർക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിൻ്റെ സീക്വൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു സർക്യൂട്ടാണ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർത്ത് വെക്കുക. ഫൈനൽ ഈ ഡെറിവേഷൻ മനസ്സിലാവേണം. ദെൻ ഈ ഫൈനൽ ഇക്വേഷൻ, ഫോൾട്ട് കറണ്ടിൻ്റെ ഇക്വേഷൻ വേണം. 3E divided by Z1 plus Z2 plus Z0 plus 3 ZF. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സീക്വൻസ് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ് നെക്സ്റ്റ് വരുന്നത്.